നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടബാധിത നെറുകയിൽ കയറിയ അഫാന്റെ കുടുംബം കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തതാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടെന്നാണ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം കൂട്ടക്കൊലക്കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. തെളിവെടുപ്പും മൊഴിയെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത്. വൻ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അഫാന്റെ മൊഴികളെ അമ്മ ഷെമിയും സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങി. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അഫാന്റെയോ അമ്മയുടെയോ കൈവശം ₹1 പോലും ഉണ്ടായിരുന്നില്ല. കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കൊല നടന്ന ദിവസം 50,000 കടം തിരികെ നൽകാനുണ്ടായിരുന്നു എന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി. കൊല നടക്കുന്നതിന് തലേ ദിവസം കാമുകിയിൽ നിന്നും 200 രൂപ കടം വാങ്ങി. ഇതിൽ നിന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാൻ പോയത്. 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. കടക്കാർ വരുന്നതിന് മുമ്പ് കൊലപാതകങ്ങൾ ചെയ്തുവെന്നാണ് അഫാൻ മൊഴി നൽകിയത്. 4 പേരെ തലക്കടിച്ച് കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചരണം തെറ്റാണെന്ന് പോലീസ് പറയുന്നു. അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ മറുപടി നൽകിയത്. കൊല നടന്ന ദിവസം കടം വാങ്ങിയ 50,000 രൂപ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ് അഫാൻ പറഞ്ഞത്. അഫാൻ ബന്ധുക്കളായ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട്. ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോധൈര്യം ചോർന്ന് തളർന്നുപോയി. തുടർന്ന് മറ്റു കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കൗൺസിലിങ്ങിനിടെ മാനസികാരോഗ്യ വിദഗ്ധരോട് അഫാൻ വെളിപ്പെടുത്തിയത് ഇതൊക്കെ തന്നെയാണ്. മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ഇവരോട് 5 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു വിരോധത്തിന് കാരണം. കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിന് കാരണമായി. സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്ന് പ്രതി വെളിപ്പെടുത്തി. മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മുത്തശ്ശി സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അബ്സാൻ, മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്ത് മലയിലെത്തി 2 പേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി. എന്നാൽ അനുജൻ അബ്സാൻ കൺമുന്നിൽ പിടഞ്ഞു മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കടത്തിനുമേൽ കടം വരുത്തിവെക്കുകയായിരുന്നു മാതാവും മകനും. എന്നാൽ ഇതൊന്നും പിതാവ് അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇത്രയും രൂപ എങ്ങനെയാണ് കടം വന്നതെല്ലാം അഫാന് മുന്നിൽ പിതാവ് ചോദിച്ചത്. പക്ഷേ അമ്മയും അനുജനും തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് തന്നെയാണ് റഹീമിന് മുന്നിൽ മകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക അച്ചടക്കം ഇവർക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത്. അഫാന്റെയോ അമ്മയുടെയോ കൈവശം ₹1 പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ലക്ഷങ്ങൾ കടവും.